14 രാവുദിച്ചതു മാനത്തോ. ഇനി കവിതകൾ ഈണത്തിലാക്കണോ? കവിത ഹിമശൈല സൈകത ഭൂവിൽ എന്ന പാട്ടില്ലേ, എത്ര മനോഹരമായിട്ടാണ്. ഉഷസേ നീ എന്നെ വിളിക്കുകില്ലെങ്കിൽ. ഇങ്ങനെ കവിത വേണോ, പാട്ട് വേണോ, സ്വപ്നം വേണോ, ദുഃഖം വേണോ, സന്തോഷം വേണോ, പ്രണയം വേണോ, എല്ലാം തന്നെ തൻ്റെ വരികളിലുള്ള ഈണങ്ങളിൽ അവതരിപ്പിച്ച് പാട്ടിനോട് ഒരു വിധത്തിലും വിട്ടുവീഴ്ച ചെയ്യാതെ കർക്കശക്കാരനാണെങ്കിലും ആ കാർക്കശ്യത്തിൽ നിന്ന് ഉടലെടുത്തിരിക്കുന്ന ഒരു അത്ഭുതമുണ്ട്. ആ അത്ഭുതമാണ് മലയാള സംഗീതത്തിൻ്റെ സൗഭാഗ്യം. ആ സൗഭാഗ്യം നമ്മൾ എന്നും, നമുക്ക് എത്ര കൊറോണ വന്നാലും, എത്ര കാലം നമ്മൾ വീട്ടിൽ അടച്ചിട്ടാലും ദേവരാജൻ മാഷും രാഘവ മാഷും ഉണ്ടെങ്കിൽ നമുക്ക് ഒരാളും അസ്വസ്ഥത കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല. അവരുടെ ഈണങ്ങളുണ്ടെങ്കിൽ, അവരുടെ പാട്ടുകളുണ്ടെങ്കിൽ. അതുകൊണ്ട് കേരളത്തിലെ സംഗീതം ഉപയോഗിച്ച് സാധാരണ മനുഷ്യന്റെ അടുത്തേക്ക് ആർദ്രതയെ ഇറക്കിക്കൊണ്ടുവന്നതിൽ ദേവരാജൻ മാഷും രാഘവ മാഷും ദക്ഷിണാമൂർത്തി സ്വാമിയും, കുറേയാളെ പേരെല്ലാവരും പേര് പറയുന്നില്ല, ഇവരൊക്കെ ചെയ്തിരിക്കുന്ന വലിയ പങ്കുണ്ടല്ലോ. ആ പങ്കാണ് MG ശ്രീകുമാറിനെ പോലെ, യേശുദാസിനെ പോലെ, ജയേന്ദ്രനെ പോലെ, ജസ്ജാനകിയെ പോലെ, മാധുരിയെ പോലെ, സുശീലാമ്മയെ പോലുള്ള നല്ല കിളിനാദങ്ങളെ, സുന്ദരനാദങ്ങളെ നമ്മുടെ കേരളക്കരയിലെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുവാൻ ആവശ്യമായ രീതിയിൽ അതിനെ പരിഷ്കരിച്ച് സംസ്കരിച്ച് പാചകം ചെയ്ത അതിസുന്ദരമായ ഒരു ഭക്ഷ്യവിഭവമാക്കി നമ്മുടെ കൈക്കുമ്പിളിലേക്ക് ഒഴിച്ചു തന്ന ഈ മഹാനുഭാവന്മാർ, അത് കേരളത്തിൻ്റെ ആർദ്രതയുടെ ശക്തിഗാഥ തന്നെയാണ്. ആ മനുഷ്യനെ നമ്മൾ എപ്പോഴും ദിവസവും ഓർമ്മിക്കുക, അദ്ദേഹത്തിൻ്റെ ഒരു ഈരടിയെങ്കിലും കേൾക്കുക. നമുക്ക് പ്രഷറിൻ്റെ ഗുളിക കുറക്കുക, നമുക്ക് മരുന്നുകൾ ഒഴിവാക്കാൻ പറ്റും ഈ പാട്ടുകൾ കേട്ടുകൊണ്ട്. എന്നാൽ ഇപ്പം അടുത്ത കാലത്ത് സാഹിത്യത്തെ അതിമനോഹരമായി സംഗീതത്തിൽ ചാലിച്ച ദേവരാജ മാഷ് ഇപ്പം അടുത്ത കാലത്ത് സാഹിത്യം വേണ്ട, സംഗീതം മതി പോരെ. അക്ഷരം എന്തായാലും കുഴപ്പമില്ല, കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് ഒരു പാട്ടാണ്. ഇല്ലൂമിനാറ്റി എന്തൊരു ഭീകരമാണ്. പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുറിച്ചവനെ നിന്നെ പടച്ചവന് 10ൽ 10 മാർക്ക്. ഇല്ലൂമിനാറ്റി. അവിടെയാണ് ദേവരാജൻ മാഷയുടെ സംഗീതം ആലപിക്കുന്നവർ സംഗീതവും സാഹിത്യവും, അതിൽ സാഹിത്യത്തെ ഒരു മുലയെ മുറിച്ചു മാറ്റിയിട്ട്, സരസ്വതിയുടെ ഒരു മുലയെ മുറിച്ചു മാറ്റിയിട്ട് ഒറ്റ മുലച്ചിയാക്കിയിട്ട് സരസ്വതിയെ മാറ്റുന്ന ഭീകരന്മാരാണ് പുതിയ എഴുത്തുകാരും പാട്ട്.